MS ധോണിക്കും വിരാട് കോഹ്ലിക്കും എന്തിന് അംബാനി വരെ തടുത്തു നിർത്തുന്ന ഇന്ത്യൻ എയർപോർട്ടിൽ സച്ചിൻ ടെണ്ടുൽക്കറിന് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാത്തതിന് ഒരൊറ്റ കാരണം മാത്രമേ ഉള്ളൂ. 100 Days 100 Story പാർട്ട് 17. ഇതുപോലുള്ള അറിവുകൾ മിസ്സാവാതിരിക്കാൻ ഇപ്പൊ തന്നെ ക്ലിക്ക് ചെയ്യുക. കേരളത്തിൽ ഇതുവരെ ജനിച്ചിട്ടുള്ള ഒരൊറ്റ മലയാളികൾക്ക് പോലും ഇതുവരെ ലഭിച്ചിട്ടില്ലാത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയർന്ന സിവിലിയൻ ബഹുമതിയായ ഭാരതരത്ന പുരസ്കാരമാണ് സച്ചിൻ ടെണ്ടുൽക്കറിന്റെ കയ്യിലുള്ളത്. ഇന്ത്യയിൽ ഭാരതരത്ന പുരസ്കാരം ലഭിക്കുന്നവർക്ക് പണമല്ല ലഭിക്കുന്നത്, മറിച്ച് പണം കൊടുത്ത് വാങ്ങാൻ കഴിയാത്ത അമൂല്യമായ ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്. ഭാരതരത്ന പുരസ്കാരമുള്ളവർക്ക് ഇന്ത്യൻ റെയിൽവേയിലെ ഫസ്റ്റ് ക്ലാസ്സിലും എയർ ഇന്ത്യൻ വിമാനങ്ങളിലെ എക്സിക്യൂട്ടീവ് ക്ലാസ്സിലും ആജീവനാന്തം സൗജന്യമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും. ഭാരതരത്ന പുരസ്കാരത്തിനൊപ്പം ഒരു ഡിപ്ലോമാറ്റിക് പാസ്പോർട്ട് ഇവർക്ക് ഇതിലൂടെ കിട്ടുന്നതുകൊണ്ട് ഇതുപയോഗിച്ച് വിദേശ രാജ്യങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ അവിടെയുള്ള ഇന്ത്യൻ എംബസികൾ ഇവർക്ക് പ്രത്യേക സഹായങ്ങളും സംരക്ഷണങ്ങളും നൽകും. റിപ്പബ്ലിക് ഡേ, ഇൻഡിപെൻഡൻസ് ഡേ ഇതുപോലുള്ള ദിവസങ്ങളിലെല്ലാം സർക്കാർ ചടങ്ങുകളിലെല്ലാം വിശിഷ്ട അതിഥികളായും പാർലമെന്റിലെ പ്രത്യേക സെക്ഷനുകളിൽ ഇവർക്ക് സ്പെഷ്യൽ ഗസ്റ്റ് ആയിട്ട് പങ്കെടുക്കാൻ സാധിക്കും. ഇതുകൂടാതെ ഇൻകം ടാക്സിലുള്ള ആനുകൂല്യങ്ങളും ഇന്ത്യൻ ഗവൺമെന്റിന്റെ ഔദ്യോഗിക മുൻഗണനാ പട്ടികയിൽ 7ാം സ്ഥാനമാണ് ഇവർക്കുള്ളത്. അതുകൊണ്ട് തന്നെ ഗവർണർക്കും മുഖ്യമന്ത്രിക്കും തൊട്ട് പിറകിലായിട്ടുള്ള സ്ഥാനം ഇവർക്ക് എന്നും ഉണ്ടാവും. നമ്മുടെ പാലക്കാട് ജനിച്ചിട്ടുള്ള MGRന് തന്റെ മരണശേഷം ഈ പുരസ്കാരം ലഭിച്ചിട്ടുണ്ടെങ്കിലും അതൊരു മലയാളിക്ക് ലഭിച്ച അംഗീകാരമായിട്ട് നമുക്ക് ഒരിക്കലും കണക്കാക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ കേരളത്തിൽ ആദ്യമായിട്ട് ഇത് വാങ്ങാൻ അർഹരായിട്ടുള്ള നിങ്ങളുടെ ചങ്കുകൾക്കെല്ലാം ഈ വീഡിയോ അയച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണുന്നവരേക്കും നന്ദി.